ലേസർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നില്ലേ? അതിന്റെ കറക്റ്റ് റീസൺ ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെയറിന്റെ ഗ്രോത്ത് ഇങ്ങനെ നാച്ചുറലി പഴയൊരവസ്ഥയിലോട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നി. 1-2 സിറ്റിങ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ലേസർ എന്ന് പറഞ്ഞൊരു ഭാഗത്തോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ലേഡീസ് അനുഭവിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് ഫേഷ്യൽ ഹെയർ. നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തെ തന്നെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫേഷ്യൽ ഹെയർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം, ഇത് മാറ്റാൻ നമുക്ക് എന്തെങ്കിലും പെർമനന്റ് റെമഡീസ് ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ ഒരു പെർമനന്റ് റെമഡി എന്ന നിലയ്ക്ക് നമ്മൾ പലരും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന് കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് പെർമനന്റ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അത്യാവശ്യം അതിന് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് കുറെ ഓഡിയൻസ് ഉണ്ട്. അവർക്ക് കുറെ സംശയങ്ങളുണ്ട്, ഇത് പെർമനന്റ് ആണോ, മാറോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസം, അതാണ് അവര് നമ്മളെ ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോ കാണാനും ഒക്കെ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തപ്പോൾ അതും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഫേസിലെ ഹെയർ മാറുമോ, അതോ പിന്നും വരുമോ, എത്ര ഡ്യൂറേഷനിൽ ചെയ്യാം, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും ഫേഷ്യൽ ഹെയർ മാറും എന്ന്. പക്ഷെ എനിക്കതിപ്പോ നെഗറ്റീവായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഹെയർ വന്നത് എപ്പോഴാണ്, അതിന്റെ തീവ്രത എന്താണ്, അത് ഞാൻ എത്ര ഡ്യൂറേഷനിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ദിവസങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്, ഡ്യൂറേഷൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എണ്ണിപ്പെരുക്കി പറയുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ എണ്ണിപ്പെരുക്കി പറഞ്ഞതിന് ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് എത്ര ഡ്യൂറേഷനിൽ ചെയ്തു, എത്ര എഫക്റ്റീവ് ആയി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ടൈം ഗ്യാപ്പ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞാനും ഒരു ലേസർ ട്രീറ്റ്മെന്റ് 2020 സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഒരു 6 സിറ്റിങ്സ് ഒക്കെ, ഒരു 6 സിറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ 1 മന്ത് ഗ്യാപ്പിലാണ് എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല തിക്കായിട്ടുള്ള ഫേഷ്യൽ ഹെയർസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു വളർച്ച റെഡ്യൂസ് ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നീട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ നീട്ടി പോയി. ലാസ്റ്റ് എന്നോട് ഡോക്ടർ പറഞ്ഞത് 1 ഇയർ ഗ്യാപ്പിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഒരു 2-3 സിറ്റിങ്സ് ആകുമ്പോൾ വീണ്ടും നമുക്ക് ഈ 1 ഇയർ എന്നുള്ളത് 2 ഇയർ ഗ്യാപ്പിൽ ചെയ്യണം. ഇങ്ങനെ മാത്രമേ നമുക്ക് ഈ ഹെയർ കംപ്ലീറ്റ്ലി റിഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാലോ, നമ്മളൊക്കെ വലിയൊരു ആവേശത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുമെങ്കിലും നമ്മുടെ പല സാഹചര്യങ്ങള്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ അത് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്ക്വേർഡ് അടിക്കും. ഞാനും അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ഫേഷ്യൽ ഹെയർ കംപ്ലീറ്റ് മാറി നല്ല ഗ്ലോയിലൊക്കെ ഒരു സ്കിൻ ആയപ്പോ ഇനി വരൂല എന്നൊരു നമ്മുടെ ഒരു അമിത വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തില് ഞാന് ലേസർ ട്രീറ്റ്മെന്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോ ഡോക്ടർ 1 ഇയർ ഡ്യൂറേഷനിൽ പറഞ്ഞിട്ട് ഞാൻ 1 ഇയർ കഴിഞ്ഞു. ഇപ്പോ 2.5 വർഷമായി ഞാൻ ഇതുവരെ ചെയ്തില്ല. പക്ഷെ എനിക്കിപ്പോ 2-3 മാസമായിട്ട് ഫേഷ്യൽ ഹെയർ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നനുനനുത്ത രോമമായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ വാക്സ് ചെയ്യുമല്ലോ, വാക്സ് ചെയ്താൽ പോകും എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ അതിനെ വാക്സ് ചെയ്ത് ഇപ്പൊ എനിക്ക് അത്യാവശ്യം തിക്കായിട്ട് തന്നെ രോമം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന അത്രയും ഹെയർസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്തായാലും ഹെയറിന്റെ ഗ്രോത്ത് ഇങ്ങനെ നാച്ചുറലി പഴയൊരവസ്ഥയിലോട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്തത്, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് മാത്രം ചെയ്യുക കേട്ടോ. അല്ലാതെ 1-2 സിറ്റിങ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ലേസർ എന്ന് പറഞ്ഞൊരു ഭാഗത്തോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ ഹെയർ ഞാൻ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 days ഒക്കെ കഴിയുമ്പോൾ വീണ്ടും വരുന്ന ഹെയർ തിക്കാണ്.
ബട്ട് ഹെയറിന്റെ എണ്ണം കുറവാണ്. പക്ഷേ നമുക്കറിയാലോ തിക്ക് ഹെയർസ് ആകുമ്പോൾ നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്ക് സ്കിന്നിൽ ഒരു ഡോട്ട്സ് വരും. മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫേസിൽ ഹെയർ ഉണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിൽ എനിക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായിട്ട് ഹെയർസ് വന്നത് അപ്പർ ലിപ്സിലാണ്. പക്ഷേ ഈ അപ്പർ ലിപ്സിൽ ഞാൻ കുറേ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് റെമഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വാക്സ് ചെയ്യും, വാക്സ് ചെയ്ത ഭാഗത്ത് നമ്മൾ പച്ചമഞ്ഞളും ചെറുപയറും അരച്ചിടുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഗ്രോത്ത് ഒന്ന് കൺട്രോൾ ചെയ്ത് വന്ന സമയത്താണ് ഈ ഫേസിൽ ബാക്കി ഭാഗത്ത് വരുന്നത്. പക്ഷേ ഈ ഒരു ഡ്യൂറേഷനിലും എനിക്ക് അപ്പർ ലിപ്സിൽ ഹെയർസ് ഒന്നും വരുന്നില്ല. വരുന്നത് ഈ ലോവർ റീജിയനിൽ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഭയങ്കര ഹെയറി ആയിരുന്നു, നല്ല ഹെയറി ആയിരുന്നു. അപ്പോൾ അത് ഒത്തിരി നമുക്ക് ബോറിംഗ് ആയിട്ട് വന്നപ്പോൾ ഞാൻ കരുതി കയ്യിൽ കൂടെ ലേസർ ചെയ്യാന്ന് കരുതി. അങ്ങനെ ഒരു സിറ്റിങ്സ് ഞാൻ കയ്യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലും ഫേസിലും കൂടെ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലായതുകൊണ്ട് എനിക്ക് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കയ്യിലത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. കയ്യിലത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കയ്യിൽ റെഗുലർ ആയിട്ട് വാക്സ് ആണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കയ്യിൽ ആ പഴയ രോമ വളർച്ച ഇല്ല. ഹെയർസ് ഇപ്പോൾ ഉണ്ട് കയ്യിൽ, അത് തിൻ ഹെയർസ് ആണ്. അതും അത്രയും അവിടെ ഇവിടെ കുറച്ച് ഹെയർസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്കത് കയ്യിൽ ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കയ്യിൽ ഇഫക്റ്റീവ് ആണ് ലേസർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഫേസിൽ ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഭാഗത്തിൽ. ആ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1 ഇയർ ഗ്യാപ്പിൽ ചെയ്യണമായിരുന്നു ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട്. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എനിക്ക് വന്നു തുടങ്ങി ഹെയർസ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നില്ലേ, അതിന്റെ കറക്റ്റ് റീസൺ ഇപ്പോഴെനിക്ക് മനസ്സിലായി. അപ്പോ ഇതെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ ഒരു 1 ഇയർ ഗ്യാപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കി ചെയ്തിരുന്നു എങ്കിൽ നെക്സ്റ്റ് 2 ഇയർ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ട് ഫുൾ ഗ്രോത്ത് എനിക്ക് ചിലപ്പോൾ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കും. എന്നാലും ഇതൊരു ലോങ് ടൈം ചെയ്യണം നമ്മൾ. അല്ലാതെ ഇപ്പോൾ ഒരു കുറച്ച് സിറ്റിങ്സ് എടുത്ത് ഇനി നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഹെയർ ഒരിക്കലും മാറൂല. അപ്പോൾ ഫേഷ്യൽ ഹെയറിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലേസർ പെർമനന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഇത് ഒരു ലോങ് ടൈം എടുക്കും നമുക്ക് പെർമനന്റ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ. ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പഴയതുപോലെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പലരും ഫേഷ്യൽ ഹെയർ മാറാൻ വേണ്ടിയിട്ട് മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ലേസർ ചെയ്ത സമയത്ത് നമുക്കതൊരു കംപ്ലീറ്റ്ലി മാറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കുറെ കൂടെ കോൺഷ്യസ് ആവും എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് റെഗുലർലി നമ്മുടെ പച്ചമഞ്ഞള്, പയറ് ചെറുപയറൊക്കെ അരച്ച് ഫേസിലിടും. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ട് വന്നു. പിന്നെ എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും. അത്യാവശ്യം ഒരു റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇത്തിരി ഇനി വരില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് വന്നതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് സിറ്റിങ്സ് നിർത്തിയതിന് ശേഷം ഞാൻ ഒരു ഹോം റെമഡീസും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാത്തിനും മടിയാണല്ലോ. അപ്പൊ എൻ്റെ മടി കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പെട്ടെന്ന് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ലേസർ ട്രീറ്റ്മെന്റ് കറക്റ്റ് ക്ഷമയുള്ളവർക്ക് മാത്രം ചെയ്യുക. അതുപോലെ അതിന് ക്യാഷും ഒരു പ്രശ്നമാണ്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ലേസർ ചെയ്യുക. ലേസർ ചെയ്ത് ആ ഒരു ഗ്യാപ്പിലെല്ലാം നമ്മൾ ആ നാച്ചുറൽ റെമഡീസ്, അതായത് പച്ചമഞ്ഞളൊക്കെ അരച്ച് ഫേസിലിട്ട് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും ആ നാച്ചുറൽ റെമഡീസ് ഇതിൽ സ്റ്റോപ്പ് ചെയ്യരുത്. സോ നിങ്ങൾ ആരെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത് നമുക്ക് കൂടുതൽ ലേസർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാനും അതിന്റെ ഒരു എന്താണ് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള ബ്യൂട്ടി ടിപ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.